ഈ ഒരു സാഹചര്യത്തിൽ സ്വാഭാവികമായും അവിടെ നിരീക്ഷണവും ഒക്കെ ശക്തമാക്കിയിട്ടുണ്ട്. 3 ജഡ്ജിമാർ അവിടെ കുടുങ്ങി എന്നറിയുന്നു. അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എന്താണ്? ആര്യ, ഈ മലയാളികൾ ഈ സംഭവത്തിൽ അതായത് ഈ അപകടം നടന്ന പഹൽഗാമിൽ ഉണ്ടോ എന്നതിനെ സംബന്ധിച്ചുള്ള വിശദമായ അന്വേഷണവും തിരച്ചിലും ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. സംസ്ഥാന സർക്കാരിന്റെ മുതിർന്ന ഉദ്യോഗസ്ഥർ ജമ്മു കാശ്മീരിലെ പോലീസ് ഉദ്യോഗസ്ഥരുമായി ഇതിനോടകം തന്നെ ബന്ധപ്പെട്ടിട്ടുണ്ട്. ഡൽഹിയിലുള്ള നോർക്ക ഓഫീസും ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തുകയും ചെയ്യുന്നുണ്ട്. ഏറ്റവും സുപ്രധാനമായ കാര്യം, കേരള ഹൈക്കോടതിയിലെ 3 ജഡ്ജിമാർ നിലവിൽ കശ്മീരിൽ സന്ദർശനത്തിലാണ്. ആ 3 പേരും സുരക്ഷിതരാണ് എന്നാണ് സർക്കാർ വൃത്തങ്ങൾ നൽകുന്ന സൂചന. കാരണം അവർ ഈ ഭീകരാക്രമണം നടന്ന പഹൽഗാമിൽ ഇന്നലെ അവർ സന്ദർശനം നടത്തിയിരുന്നു. ഇന്ന് ഈ ഭീകരാക്രമണം നടക്കുന്ന സമയത്ത് 3 പേരും ഈ പഹൽഗാമിൽ ഇല്ല എന്നാണ് ഈ സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ വ്യക്തമാക്കുന്നത്. അതായത് ഈ 3 പേർക്കും പ്രോട്ടോകോൾ ഉണ്ടായിരുന്നു. അവരുടെ സുരക്ഷ സംബന്ധിച്ചുള്ള സംവിധാനങ്ങളും മറ്റും ഏർപ്പെടുത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ ഈ പോലീസിൽ നിന്നും മറ്റും ലഭിക്കുന്ന വിവരമനുസരിച്ച് ഈ 3 ജഡ്ജിമാരും നിലവിൽ പഹൽഗാമിലില്ല. അവർ 3 പേരും കുടുംബസമേതം നിലവിൽ അവർ ശ്രീനഗറിലാണ് എന്നാണ് സർക്കാരിന് ലഭിക്കുന്ന വിവരം. ഏതായാലും ഈ 3 ജഡ്ജിമാരും തികച്ചും സുരക്ഷിതരാണ് എന്നാണ് സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. പക്ഷേ ഇത് ഈ ജമ്മു കാശ്മീരിലെ ടൂറിസ്റ്റ് സീസണാണ്. കേരളത്തിൽ അവധിയുള്ള സമയമാണ്. അതുകൊണ്ട് തന്നെ നിരവധി ഈ ടൂറിസ്റ്റുകളും മറ്റും മലയാളികളായ നിരവധി ടൂറിസ്റ്റുകൾ ഈ സമയം ഈ ജമ്മു കാശ്മീർ സന്ദർശിക്കുന്ന ഒരു സമയമാണ്. പെഹൽഗാമിലൊക്കെ വലിയ തിരക്കാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ അനുഭവപ്പെട്ടിരുന്നത്. അതുകൊണ്ട് തന്നെ മലയാളികൾ ഇതിൽ കുടുങ്ങിയിട്ടുണ്ടോ എന്ന കാര്യത്തിൽ വിശദമായ അന്വേഷണം ഇപ്പോൾ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ആരംഭിച്ചിട്ടുണ്ട്. കാരണം കർണാടക സർക്കാർ ഇതിനോടകം തന്നെ പ്രത്യേക സംഘത്തിനെ ഇപ്പോൾ പഹൽഗാമിലേക്ക് അയക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. കാരണം ഈ അപകടത്തിൽ കർണാടക സ്വദേശികൾ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം. അതുപോലെ തന്നെ കേരളവും സശ്രദ്ധം തന്നെ ഈ കാര്യങ്ങൾ നോക്കുന്നുണ്ട്. ജമ്മു കാശ്മീർ DGPയുടെ ഓഫീസുമായിട്ടാണ് ഡൽഹിയിലെ കേരള ഹൗസിൽ നിന്ന് ബന്ധപ്പെട്ടിട്ടുള്ളത്. അതിന്റെ വിശദാംശങ്ങൾ ലഭ്യമായാൽ ഉടൻ തന്നെ ഏതെങ്കിലും മലയാളികൾ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അതായത് ഈ അപകടത്തിൽ പെട്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ട സഹായം നൽകുന്നതിന്, അതായത് അവിടെ ഈ പഹൽഗാമിലോ മറ്റോ കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ട സഹായം നൽകുന്നതിനുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തുമെന്നാണ് സർക്കാർ വൃത്തങ്ങൾ അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. ഈ 3 ജഡ്ജിമാരുടെയും കാര്യത്തിൽ ഇപ്പോൾ ഈ സർക്കാർ വൃത്തങ്ങൾ പറയുന്നത് 3 പേരും സുരക്ഷിതരാണ്. 3 പേരും നിലവിൽ പഹൽഗാമിലില്ല. അവർ 3 പേരും ശ്രീനഗറിലുള്ളതാണ് ഉള്ളതെന്നാണ് ആണ് നമ്മളെ അറിയിച്ചിട്ടുള്ളത്. ശരി, ഈ 3 പേരും കേരള ഹൈക്കോടതി ജഡ്ജിമാരാണ്. അവർ 3 പേരും സുരക്ഷിതരാണ് എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. ഇതാ ഇപ്പോൾ 27 മരണം സ്ഥിരീകരിക്കുന്നുണ്ട്. 12 പേർക്ക് പരിക്കു പറ്റിയിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ അവിടേക്ക് എത്തും. മരിച്ചവരിൽ അധികവും പുരുഷന്മാരാണ്. ഒരാൾ കർണാടക സ്വദേശിയാണ് എന്ന് കർണാടക സർക്കാർ തന്നെ ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്നുണ്ട്. നമുക്ക് ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് ഒരു ചെറിയ ഇടവേള എടുത്ത് വളരെ പെട്ടെന്ന് മടങ്ങി വരാം.